ഷെക്കൈന ടെലിവിഷൻ്റെ ലോകം മുഴുവനുമുള്ള എല്ലാ പ്രേക്ഷകർക്കും മാതൃഭവനത്തിലേക്ക് എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സജിത് ബ്രദറുമായിട്ടുള്ള നമ്മുടെ ഇൻ്റർവ്യൂ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മനുഷ്യർക്ക് പാപം മോചിക്കുവാനുള്ള അധികാരമുണ്ടോ? ദൈവം മനുഷ്യർക്ക് അങ്ങനെ ഒരു അധികാരം കൊടുത്തിട്ടുണ്ടോ? സജിത് ബ്രദറെ, എന്താണ് ബ്രദറിന് ഇതിനെക്കുറിച്ച് പറയാനുള്ള? കത്തോലിക്ക സഭയിലും അതുപോലെ മറ്റ് അപ്പസ്തോലിക സഭകളിലുമൊക്കെ വൈദികർ മനുഷ്യരുടെ പാപം മോചിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ മോചിക്കാനായിട്ട് മനുഷ്യർക്ക് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത്? അല്ലെ മനുഷ്യർക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ബ്രദറിൻ്റെ മറുപടി എന്താണ്? ബ്രദറെ, ഇപ്പം ഒരു പെന്തക്കോസ്ത് പശ്ചാത്തലത്തിൽ നിന്ന് വന്നതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു കുമ്പസാരവും പാപമോചനവും. അത് തന്നെ ആയിരിക്കുമല്ലോ ഉദ്ദേശിച്ചത്, അല്ലേ? കുമ്പസാരവും പാപമോചനവും. മനുഷ്യൻ്റെ അടുക്കൽ പോയി പാപം പറയണോ? അങ്ങനെ പറഞ്ഞാൽ മനുഷ്യരെ സഹായിക്കാൻ കഴിയുമോ? പാപക്ഷമ കൊടുക്കാൻ കഴിയുമോ? പാപമോചനം കൊടുക്കാൻ കഴിയുമോ? അങ്ങനെ മനുഷ്യരാൽ അത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ദീർഘവർഷങ്ങൾ അതില്ല എന്ന് വിശ്വസിച്ച ഒരാളായിരുന്നു ഞാൻ. അതിലാരെങ്കിലും പോകുന്നുവെങ്കിൽ അത് തെറ്റ് എന്ന് ചിന്തിച്ചിരുന്ന ആളായിരുന്നു. എന്നാൽ നമ്മൾ ഈ വിശേഷിച്ച് എൻ്റെ രീതി അറിയാമെങ്കിൽ അറിയാം, ബിനോയ് ബ്രദർ കേൾക്കുമ്പോൾ നമ്മൾ ഒരു ലേഖനം മുഴുവൻ പ്രസംഗിക്കുക, സുവിശേഷം എല്ലാ അധ്യായവും പ്രസംഗിക്കുക. അപ്പോൾ അങ്ങനെ പ്രസംഗിച്ചു വന്നപ്പോഴാണ് അതുവരെ ഉണ്ടായിരുന്ന ചിന്തകളെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു പ്രത്യേക വാക്യത്തിലേക്ക് എത്താനിട വന്നത്. ഏതായിരുന്നു വാക്യം? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ്. അപ്പോൾ അവിടെ ഏറ്റവും അവസാനം, അതായത് നിങ്ങൾ ഭൂമിയിലൊക്കെയും പുറപ്പെട്ടു പോയി ഈ ശിഷ്യരാക്കുവീൻ എന്ന ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ കൊടുക്കുന്ന പോലെ, വിശുദ്ധ മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ കൊടുക്കുന്ന പോലെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കൊടുക്കുന്ന ആ ഒരു ഭാഗത്താണ് നമ്മുടെ കർത്താവ് ഇത് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ കയ്യും പാർശ്വങ്ങളും അവർക്ക് കാണിച്ചു. കർത്താവിനെ കണ്ടതുകൊണ്ട് ശിഷ്യന്മാർ അത്യന്തം സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയക്കുന്നത് പോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ് എങ്ങനെ പുത്രനെ അയച്ചോ അങ്ങനെ ഞാനും നിങ്ങളെ അയക്കുന്നു. എന്നിട്ട് അടുത്ത് പറയുകയാണ്, ഇത് പറഞ്ഞിട്ട് അവരോട് നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ഖണ്ഡിക്കുന്നുവോ അവ ഖണ്ഡിക്കപ്പെട്ടിരിക്കും. ഈ ഒരു വാക്യം യോഹന്നാൻ്റെ സുവിശേഷം പ്രസംഗിച്ചു വരുമ്പോഴും അല്ലെങ്കിൽ വായിച്ചു വരുമ്പോഴും ഒരിക്കലും എനിക്ക് അവിടെ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം മഹാനിയോഗം, അതായത് ഉയർത്തെഴുന്നേറ്റ ശേഷം, യേശു മരിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളല്ല ഇത്. ഈശോ മരിച്ചു, ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരുടെ മേൽ ഊതി നിശ്വസിച്ച് അവരോട് പറയുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പോൾ പുത്രനെ എങ്ങനെ പിതാവ് അയച്ചോ അതേപോലെ നമ്മെ അപ്പോസ്തലന്മാരെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എടുത്തു പറയുന്നത്. നിങ്ങൾ ആരുടെ പാപങ്ങളെ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപം ഖണ്ഡിക്കുന്നുവോ അവ ഖണ്ഡിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ഇവിടെ ഈ പാപത്തെ ക്ഷമിക്കാനും പാപത്തെ ഖണ്ഡിക്കാനുമുള്ള പാപമോചനത്തിൻ്റെ, ശരിക്കും പാപമോചനം എന്ന പദം അവിടെ ഉപയോഗിക്കുന്നതിൽ നല്ലത് പാപഖണ്ഡനത്തിൻ്റെയും ഇവിടെ പറയുന്ന പാപക്ഷമയുടെയും ആ ഒരു അധികാരം സ്ലീഹന്മാർക്ക് കൊടുക്കുക. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരിക്കലും ഈ വാക്യം നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. 1000 പ്രസംഗം ഒരു പ്രൊട്ടസ്റ്റൻ്റ് ഒരു പ്രീച്ചർ പ്രസംഗിക്കുന്നെങ്കിലും ഈ ഒരു വാക്യം പ്രസംഗിക്കത്തില്ല. അന്ന് ബ്രദർ എങ്ങനെയായിരുന്നു ഈ വാക്യം വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്? ഇത് ബോധപൂർവം കണ്ണടച്ചു വിടാന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതല്ലാതെ, കാരണം മനുഷ്യർക്ക് പാപമോചനത്തിനുള്ള അധികാരം ഉണ്ടെന്ന് വന്നാൽ കുമ്പസാരത്തെ അംഗീകരിക്കേണ്ടി വരും. അപ്പം നമുക്ക് എത്താൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് എന്താണ്? കുമ്പസാരത്തെ അംഗീകരിക്കുന്നെങ്കിൽ പിന്നെ അവിടെ വേറൊരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് ആൾ വരികയുള്ളല്ലോ. അപ്പോൾ ആ വ്യത്യസ്തതയ്ക്ക് വേണ്ടി ഈ വാക്യം തന്ത്രപരമായിട്ട് ഇഗ്നോർ ചെയ്ത് വിടുകയാണ്. ബിനോയ് ബ്രദർ തന്നെ ഒരുപാട് ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ട്. ആരെങ്കിലും ഈ വാക്യം പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല, അത് അധികം കേട്ടിട്ടില്ല. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഇതാണ് ബ്രദറെ, നമുക്ക് മനുഷ്യർക്ക് ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പാപമോചിക്കത്തില്ലേ?
അല്ല, നേരിട്ട് മോചിക്കത്തില്ലെന്ന് എവിടെയും ബൈബിൾ പറയുന്നില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അവിടെയാണ് നമ്മൾ ഒരു വാക്യം വെച്ച് ഒരു ഉപദേശം ഉണ്ടാക്കുന്നത് ഒരിക്കലും ബൈബിളിൻ്റെ ഒരു സ്റ്റൈലല്ല. പാപമോചനം എന്ന് പറയുന്ന വിഷയം ബൈബിളിൻ്റെ ആ സുവിശേഷം വന്ന് അപ്പസ്തോലന്മാരുടെ നടപടികൾ വന്ന് ലേഖനം വരെ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു വിഷയമാണ്. അതല്ലാതെ ഒറ്റ വാക്യത്തിൽ നിന്ന് പാപമോചനത്തിനുള്ള മനസ്സിലായി, അതാണ് ഈ പ്രശ്നം വരുന്നത്. അങ്ങനെ ഒറ്റ വാക്യത്തിൽ നിന്ന് ഒരു ഉപദേശം ഉണ്ടാക്കാൻ പോകുമ്പോൾ വലിയ പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വളർച്ച കാണാം. പാപമോചനത്തിന് ആദ്യം നമ്മൾ കാണുന്നത് കർത്താവ് പാപമോചനം കൊടുക്കുന്ന. അപ്പോൾ ആ കാര്യത്തിൽ അവർക്ക് വലിയ ഇടർച്ചയുണ്ടായി. കൂടി വന്നവരൊക്കെ പറയുകയാണ്, ഇവൻ പാപമോചനം കൊടുക്കുന്നതിൽ തന്നെത്താൻ ദൈവത്തോട് സമനാക്കുന്നു. അതായത് തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുക്കുന്ന സമയത്താണ് ഈശോ അത് പറയുന്നത്. കിടക്കെടുത്ത് നടക്കാൻ പറയുന്നു. അതുപോലെ തന്നെ പറയുന്നതിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഈ പിതാവായ ദൈവം യേശുവിനെ അയച്ചു. ആ അയക്കപ്പെട്ട യേശു തളർവാദ രോഗിക്ക് പാപമോചനം കൊടുത്തത് നമ്മൾ കാണുന്നു. എന്നിട്ട് അതേ യേശു പറയാം, ഞാൻ നിങ്ങളെ അങ്ങനെ അയക്കുന്നു. അപ്പോൾ ഈശോയ്ക്ക് പാപമോചന അധികാരം പിതാവ് കൊടുത്തതുപോലെ തന്നെ ഈശോയ്ക്ക് തന്നിൽ തന്നെ പാപമോചന അധികാരം ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. മനുഷ്യത്വത്തിൽ ആ അധികാരത്തെ മനുഷ്യപുത്രൻ, അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, മനുഷ്യപുത്രന് പാപങ്ങളെ മോചിക്കാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തതെന്ന്. അപ്പോൾ ദൈവപുത്രൻ അതുണ്ട്. ദൈവപുത്രൻ പാപത്തെ ക്ഷമിക്കുന്നവനാണ്. എന്നാൽ മനുഷ്യപുത്രൻ അതുണ്ടെന്ന് കാണിച്ചു തന്നിട്ട് പിന്നീട് അതേ കർത്താവ് തന്നെ സുവിശേഷത്തിൻ്റെ അവസാനം വരുമ്പോൾ മനുഷ്യപുത്രന്മാരാകുന്ന സ്ലീഹന്മാരുടെ മേൽ നിശ്വസിച്ചു, അല്ലെങ്കിൽ അവരുടെ മേൽ ഊതിയിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ഈ പാപമോചന അധികാരം ഈശോ പാപം മോചിച്ചു. ശ്ലൈഹിക അധികാരത്തിൽ പാപമോചന അധികാരം കൊടുത്തു. പിന്നീട് നമ്മൾ അപ്പസ്തോലന്മാരുടെ നടപടികളിലേക്ക് കാണുമ്പം ഇതിൻ്റെ വളർച്ച വരികയാണ്. വിശുദ്ധ പത്രോസ് ശ്ലീഹ അപ്പസ്തോലന്മാരുടെ നടപടികൾ 2-ാം അധ്യായത്തിൽ പ്രസംഗിക്കുമ്പോൾ ഏറ്റവും കാതലായ ഒരു വിഷയമാണ് പ്രസംഗിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പാപമോചനം എന്ന ആ വലിയ സ്ഥാപനത്തെ സ്ഥാപിച്ച ശേഷം, ആ ഇൻസ്റ്റിറ്റ്യൂഷനെ അവിടെ സ്ഥാപിച്ച ശേഷം അത് ഓപ്പറേറ്റ് ചെയ്യുന്ന പല രീതികൾ ലേഖനത്തിലേക്ക് വരുമ്പം, അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ നടപടികളിലേക്ക് വരുമ്പം കാണുകയാണ്. അപ്പോൾ അതിന് ആ പാപമോചനത്തിൻ്റെ കവാടം എന്ന് വിശേഷിപ്പിക്കുന്നതാണ് കൂദാശകളുടെ കവാടമായ ജ്ഞാനസ്നാനത്തിലൂടെ അല്ലെങ്കിൽ മാമോദീസയിലൂടെ സംഭവിക്കുന്ന പാപമോചനം. അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പായിട്ടായിരിക്കാം ഈ അവൻ്റെ രക്തം നമ്മുടെ സകല പാപം പോക്കുന്ന മേശു. അത് യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ അപ്പസ്തോലന്മാരുടെ നടപടികൾ കാണുമ്പോൾ അത് ഏറ്റവും രസകരമായൊരു കാര്യം. വിനോദൻ അറിയാമല്ലോ, സ്നാനത്തിലൂടെ പാപമോചനം എന്നത് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൻ്റെ ഭാഗമല്ല. മനസ്സിലായി? അപ്പം അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നിന്ന് സ്നാനം എടുക്കും, ഇവിടെ കിട്ടിയോ? പക്ഷെ സ്നാനത്തിലൂടെ പാപമോചനം എന്ന ചിന്ത എടുക്കത്തില്ല. അപ്പോൾ പാപമോചനം എങ്ങനെയാണ്? പാപങ്ങൾ ദൈവത്തോട് ഏറ്റു പറയുന്നെങ്കിൽ ദൈവം ക്ഷമിക്കും. പക്ഷെ വചനം വളരെ ക്ലിയറായിട്ട് അപ്പസ്തോല പ്രവൃത്തിയിൽ ആ വാക്യം വേണമെങ്കിൽ നമുക്കൊന്ന് എടുക്കാം. അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായത്തിന് 37-ാമത്തെ വാക്യം. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുകയും പാപങ്ങളുടെ മോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ് പാപമോചനത്തിനായുള്ള സ്നാനം. അപ്പം ഈശോ ശ്ലൈഹിക അധികാരത്തിൽ സ്ലീഹന്മാർക്ക് പാപമോചനത്തിൻ്റെ അധികാരം കൊടുത്തു. ഇനിയാണ് നമ്മൾ കാണുന്നത് സ്ലീഹന്മാരിലൂടെ ആ അധികാരം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടത്. അതിവിടെ നമ്മൾ കാണുമ്പോൾ അതിനെ ആദ്യ ഭാഗം കാണുകയാണ്. അത് കൂദാശകളുടെ കവാടമാകുന്ന മാമോദീസയോട് ബന്ധപ്പെട്ട് വരികയാണ്. മാമോദീസയിൽ പാപക്ഷമ അല്ലെങ്കിൽ പാപമോചനം എന്ന പ്രധാന ചിന്ത ഇവിടെ ഉറപ്പിക്കപ്പെടുകയാണ്. അതാണ് നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത്. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ആ ഉപദേശം വളരുന്ന കണ്ടോ. പിന്നീട് നമ്മൾ കുറച്ചുകൂടെ ലേഖനത്തിലേക്ക് പോകുമ്പോൾ യാക്കോബ് ശ്ലീഹ പറയുകയാണ്, നിങ്ങൾ അന്യോന്യം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിപ്പീൻ, എന്നാൽ ദീനക്കാരന് സൗഖ്യമുണ്ടാകും. അവിടെ ചോദിക്കട്ടെ, അത് നമ്മൾ സാധാരണ ഇപ്പോൾ മനുഷ്യർ തമ്മിൽ, ഇപ്പോൾ ഞാനും സയ്യിദ് ബ്രദറും തമ്മിൽ, നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കുറവുകൾ അല്ല ബലഹീനതകൾ അത് പങ്കുവയ്ക്കുമ്പോഴുള്ള അവിടെ തന്നെയുണ്ട്. മൂപ്പന്മാരെ അല്ലെ മെത്രാന്മാരെ വിളിക്കാൻ പറയുന്ന സംഭവം അവിടെ തന്നെയുണ്ട്. പ്രസ്ബിട്രോസ് വരണമെന്നും എപ്പിസ്കോപ്പോസ് വരണമെന്നും അതേ ലേഖനത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും പോയി പാപം പറയാനാണെങ്കിൽ ഈ കാറ്റഗറി എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ.
മനസ്സിലേ? മൂപ്പനെ വിളിപ്പീൻ, മൂപ്പനെന്ന് ബൈബിൾ എഴുതി മെത്രാൻ അല്ലേ, മെത്രാൻ വിളിക്കുകയും അല്ലെ പ്രസ്ബിറ്ററോസിനെ വിളിപ്പീൻ, അദ്ദേഹം വന്നിട്ട് ഇത് ചെയ്യട്ടെ. അപ്പം ഈ പാപമോചനത്തിനുള്ള അധികാരം സ്ലീഹന്മാർക്ക് ഈശോ കൊടുക്കുമ്പോൾ തന്നെ ആ പാപമോചനം ഓപ്പറേറ്റ് ചെയ്യുവാൻ അതോടുകൂടെ കൂദാശകളെയും ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് അതിൻ്റെ തെളിവാണ് ഇവിടെ നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് ആദ്യം കാണാൻ കഴിഞ്ഞു. പിന്നീട് നമ്മൾ യേശുവിലുള്ള വിശ്വാസത്താൽ പാപമോചനം ഉണ്ടെന്ന് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 10-ാം അധ്യായത്തിന് 43-ാമത്തെ വചനം പറയുന്നു. പിന്നെ യേശുവിൽ പാപമോചനം ഉണ്ടെന്ന് പറയുന്ന അപ്പോസ്തലപ്രവൃത്തി 13:38 യേശുക്രിസ്തുവിൽ ലഭിച്ച പാപമോചനത്തെക്കുറിച്ച് ഉറപ്പിച്ച് പറയുന്നു അപ്പോസ്തലപ്രവൃത്തി 26:18. അപ്പോൾ ഇത്രയും വാക്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാപമോചനം എന്ന ഉപദേശത്തെ നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയും സമയം പറഞ്ഞ് ഒന്ന് ക്രോഡീകരിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട്, ഉയർത്തെഴുന്നേറ്റ ശേഷം മുറിയിൽ പ്രത്യക്ഷനായ ഈശോ സ്ലീഹന്മാരുടെ മേൽ ഊതി അവരോട് പറഞ്ഞു, നിങ്ങൾ കെട്ടുന്നത് കെട്ടപ്പെടും, നിങ്ങൾ അഴിക്കുന്ന അഴിക്കപ്പെടും. മാത്രമല്ല വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 16:16 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുക, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ കെട്ടുന്നത് കെട്ടപ്പെടും, നീ അഴിക്കുന്നത് അഴിക്കപ്പെടും. അപ്പോൾ അത് വളരെ ക്ലാരിറ്റിയിൽ കെട്ടാനും അഴിക്കാനും ഉള്ള ഒരു അധികാരം അവിടെ സ്ലൈഹിക അധികാരത്തിൽ കൊടുത്തു എന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പോൾ അവിടെ തന്നെ ഇത് വളരെ വ്യക്തമായിട്ട്, മാത്രമല്ല ഇതുപോലെ ഒരു പരിഭാവനമായ ഒരു ശുശ്രൂഷയുണ്ടോ. അപ്പം നമുക്കൊരു ചിന്ത ഇവിടെ വരും, ഒരു പ്രീസ്റ്റിന് എങ്ങനെ പാപമോചനം നൽകാൻ കഴിയുമോ? ശരിക്കും ആ മേഖലയിൽ കുറച്ചൊരു തെറ്റിദ്ധാരണ പട്ടത്ത സഭകൾക്ക് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം പാപമോചനം നൽകുന്ന ദൈവമാണ്, പക്ഷേ ആ പാപമോചനം അനൗൺസ് ചെയ്യുന്നത് മനുഷ്യരാണ്. വാസ്തവത്തിൽ ഇവർ അനൗൺസ് ചെയ്യുമ്പോഴാണോ മോചിക്കപ്പെടുന്നത്? അല്ലല്ലോ, അല്ല, മോചിക്കപ്പെട്ടു എന്ന് ഇവർ അനൗൺസ് ചെയ്യുകയാണ്. മോചിക്കപ്പെട്ടു. കാരണം പാപങ്ങളുടെ മോചനത്തിന് ഒരേ ഒരു ബലിയേ ഉള്ളൂ, ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പം ആ ബലിക്കപ്പുറത്ത് വേറൊരു ബലിയും ഇനി പാപമോചനത്തിനായിട്ടില്ല. പക്ഷെ ആ ബലിയോട് ചേരുകയാണ് ഇന്ന് ഓരോ ബലിയിലൂടെ നാം. ക്രിസ്തുവിനെതിരായി നോവൽ എഴുതുവാൻ തീരുമാനിച്ച വ്യക്തി ഒരൊറ്റ വാക്യം കൊണ്ട് ഞാനവിടെ സറണ്ടർ ചെയ്തു. എനിക്കങ്ങോട്ട് കലി ബാധിച്ച പോലെയാണ്. ദൈവമില്ല എന്ന് ആർത്ത് ഞാൻ പറഞ്ഞു. സ്വന്തം ബന്ധങ്ങൾ പലപ്പോഴും അവർ വേദനിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നില്ലേ. അന്ന് ഇറച്ചിയ ആൽവിനും ചോര കുടിക്കുന്ന ആൽവിനും അന്നും മരിക്കുക. 23 വർഷങ്ങൾ കടന്നു പോകത്തക്ക വിധത്തിൽ അവൻ്റെ സ്നേഹം ഒരു സംതൃപ്തിയായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അനുതാപത്തിൻ്റെ, അത്ഭുതങ്ങളുടെ, തിരിച്ചറിവിൻ്റെ നേർസാക്ഷ്യമായി വിവാ ജേസു എല്ലാ ബുധനാഴ്ചയും രാത്രി 8 മണിക്ക് നമ്മുടെ ഷെഖേന ടെലിവിഷനിൽ. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് വത്തിക്കാനിൽ നിന്നുള്ള പ്രസിദ്ധീകരണത്തിൽ വരുമ്പോൾ അതിൻ്റെ കറക്റ്റ് വേർഡിങ് അതുപോലെ തന്നെ അത് പ്രധാന ശ്രദ്ധയപ്പെട്ടായിരുന്നു. അനുഭവിക്കുന്ന ഭാവിയെ വിശദീകരിക്കുന്ന കർത്താവിൻ്റെ കൃപയാൽ നിന്റെ സകല പാപങ്ങളും മോചിക്കപ്പെട്ടിരിക്കുന്നു. മോചിക്കപ്പെട്ടിരിക്കുന്നു പെട്ടു എന്നുള്ള വിവരം അങ്ങ് അറിയിക്കുന്നു. അതാ ഞാൻ ഈ അടുത്ത കാലത്ത് വത്തിക്കാനിൽ നിന്ന് വന്ന ആ വേർഡ് തന്നെ, മലയാളം വേർഡ് തന്നെ എടുത്ത് വായിച്ചത്. അപ്പോൾ ആ പാപമോചനം അനൗൺസ് ചെയ്യുകയാണ് ഒരു വ്യക്തി. അനൗൺസ് ചെയ്യുമ്പോഴാണ് ഈ വ്യക്തി എന്ത് ചെയ്യുന്നത്, പാപമോചനത്തിൻ്റെ തിരിച്ചറിവിലേക്ക് വരികയും അപ്പം വാസ്തവത്തിൽ ഈ വ്യക്തിയിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പാപമോചനത്തിൻ്റെ ബോധ്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും അയാൾക്ക് പാപമോചനം കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അർത്ഥവശാൽ അതിൻ്റെ വാക്കുകൾ പറയുമ്പോൾ വ്യത്യസ്തത അതിൽ വരുന്നുണ്ടെങ്കിൽ കൂടെ പാപമോചനം യേശുക്രിസ്തുവിലൂടെ കിട്ടിയെന്ന ബോധ്യത്തിലേക്ക് ഈ വ്യക്തിയെ നടത്താൻ ഈ ഒരു വ്യക്തിയോട് ഉപയോഗിക്കുക. അപ്പോൾ ശരിക്കും ഇദ്ദേഹം തന്നെയാണ് പാപമോചനം കൊടുക്കുന്നത്, ഇദ്ദേഹത്തിലൂടെയാണ് ഇദ്ദേഹം പാപമോചനം അറിയുന്നത്. അർത്ഥത്തിൽ അത് രണ്ട് എക്സ്റ്റനിലും ഞാൻ നിൻ്റെ പാപം മോചിക്കുന്നു പറയുന്നതും പാപങ്ങളെ മോചിച്ചിരിക്കുന്ന കാര്യം ഞാൻ നിന്നെ അറിയിക്കുന്നു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. കാരണം ഇദ്ദേഹം അറിയിക്കുമ്പോഴാണ് ഇദ്ദേഹം അറിയുന്നത്. മനസ്സിലായി? അപ്പോൾ അത് പാപമോചനം എന്ന അത്യപൂർവമായ ഒരു വലിയ ദൈവത്തിൻ്റെ കാരുണ്യം, അത് മനുഷ്യനെ അറിയിക്കാൻ ഇതുപോലൊരു ഓഫീസ് അത് ദൈവം ഭൂമിയിൽ സ്ഥാപിച്ചത് തന്നെ എത്രയോ വലിയ ഒരു കാര്യമാണ്. കാരണം ഈ കുമ്പസാരം എന്ന ആ കുദാശയിലൂടെ തന്നെ എത്രയോ പേര് ഫ്രീ ആയി. ഞാൻ ഇപ്പം കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുമ്പം
വർഷങ്ങൾക്ക് ശേഷമാണ് കുമ്പസരിക്കുന്നത്. അങ്ങനെ കുമ്പസാരിച്ചപ്പോൾ ആദ്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ ആദ്യ കുർബാന സ്വീകരിച്ചപ്പം അന്ന് കുമ്പസാരിച്ചായിരുന്നല്ലോ അല്ലേ? അല്ല, ഈ ആദ്യ കുർബാനയുടെ അവസ്ഥയ്ക്കൊക്കെ മുമ്പേ ഞങ്ങൾ ഇതിലേക്ക് പോയായിരുന്നു. പോയിരുന്നു. ഓക്കെ ഓക്കെ. ഇതിലേക്ക് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കുമ്പസാരിച്ചത് ഇപ്പോഴാണ്. അതെ, കുമ്പസരിച്ച് ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ആ ഒരു അനുഭവം വളരെ അതൊരു അമൂല്യമായ ഒരു അനുഭവം. ഈ ആദ്യത്തെ കുമ്പസാരം എന്തായിരുന്നു ബ്രദറിന് ഫീൽ ചെയ്തത്? അത് പുനലൂർ ബിഷപ്പിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ അതവിടെ ഞാനത് പല കാര്യങ്ങളും മറച്ചു വെക്കണോ എന്നുള്ള ചിന്തയിലൊക്കെ അവിടെ അപ്രോച്ച് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഒരു അമിത പ്രാധാന്യം വ്യക്തിപരമായിട്ട് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ഹൃദയം തുറന്ന് എന്താ പറയണ്ടേ, കാരണം ഇവിടെ ആരോട് വിശ്വസിച്ചത് പറയാൻ കഴിയും? അതൊക്കെയാണ് നമ്മുടെ വിഷയങ്ങൾ. എല്ലാവർക്കും അവരവരുടേതായ തെറ്റുകളും പാഴ്ചകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ട്. എനിക്കും തെറ്റുകളുണ്ട്, ബ്രദറിന് ചിലപ്പം കണ്ടേക്കാം. അപ്പം നമുക്ക് ആരെയും വിധിക്കാൻ കഴിയില്ല. എന്നാൽ ഇത് വിശ്വസിച്ചൊന്ന് ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അവിടെ മനുഷ്യൻ തന്നെ എന്ത് ചെയ്യുകയാണ്, സ്വതന്ത്രമാകുക. അതുകൊണ്ട് പ്രൊട്ടസ്റ്റൻ്റ് സഭയിലും കുമ്പസാരം ഇല്ലെങ്കിലും കൗൺസിലിംഗ് ഉണ്ട്. അവിടെ ഒരു ചോദ്യം ചോദിക്കട്ടെ ബ്രദറെ, നമ്മൾ വൈദ്യരുടെ അടുക്കൽ പോയി കുമ്പസാരിക്കുന്നു, എങ്ങനെ നമ്മൾ വിശ്വസിക്കും ഇവരിത് പുറത്ത് പറയത്തില്ല? അവിടെയാണല്ലോ ഏറ്റവും അമൂല്യമായ സഭയുടെ പഠിപ്പീരിൻ്റെ ആഴം കിടക്കുന്നത്. കുമ്പസാര രഹസ്യം പുറത്തു പറയുന്ന ഒരു പുരോഹിതൻ ചെയ്ത ആ ക്രൈം, ആ തെറ്റ് പോപ്പിനല്ലാതെ വേറെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവം ഇതുവരെ സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇല്ല, അത് അപ്പോൾ അത്രയ്ക്ക് സഭ അമൂല്യമായി കരുതുന്ന ഒന്നാണ് എത്രയോ അച്ഛന്മാർ കുമ്പസാര രഹസ്യം പുറത്ത് പറഞ്ഞില്ല എന്ന കാരണത്താൽ രക്തസാക്ഷികളായ ചരിത്രം തന്നെ സഭയിലുണ്ട്. അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് സഭയുടെ ഇതെല്ലാം കുറച്ചുകൂടെ പ്രായോഗികമാണ്. ബിനോയ് ബ്രദറെ, ഇതിപ്പോൾ നമ്മൾ കുറേ തിയറി ഇതിൻ്റെ അകത്ത് നോക്കാതെ പ്രായോഗികതയെ നോക്കിയാലും എന്ത് സന്തോഷമാണ്. എന്നെ വിശ്വസിച്ച് ഒരാളോട് എൻ്റെ മനസ്സിലുള്ളതെല്ലാം കൂടെ ഒന്ന് ഇറക്കി വെക്കാൻ പറ്റുന്നത്രയും വലിയൊരു റിലീഫുണ്ടോ? ഞാനവിടെ സ്വതന്ത്രനാകുമല്ലേ. അതിൻ്റെ അതിപ്പോൾ നമ്മൾ മത്തായി 12 വിശുദ്ധ ലൂക്കാ 17 ഒന്നും നോക്കിയില്ലെങ്കിൽ കൂടെ ഞാനതാ പറയുന്നത്. ആ വാക്യം വളരെ പ്രധാനപ്പെട്ട തന്നെ. എന്നാൽ പോലും എൻ്റെ ദൈവമേ, ഞാൻ ഇതാരോടൊന്ന് പറയും, ഒന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ അകത്തൊരു സ്വാതന്ത്ര്യം. കാരണം തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. ബൈബിളിൽ പറയുകയാണ്, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. അപ്പോൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ 2 കാര്യമാണ് സംഭവിക്കും. ദൈവത്തിൻ്റെ കരുണ ലഭിക്കുകയും ചെയ്യും, നമ്മുടെ മനസ്സൊന്ന് സ്വതന്ത്രമാകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളായിട്ട് സഭയിൽ കുമ്പസാരം എന്ന ഈ അമൂല്യമായ ഈ കാര്യത്തെ സഭ വളരെ വിലപ്പെട്ടതായിട്ട് കണക്ക് കൂട്ടുന്നതും അത് കുദാശകളുടെ ഭാഗമായിട്ട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. ഇടയ്ക്കൊരു ചോദ്യം, ദൗർഭാഗ്യവശാൽ അടുത്ത കാലത്ത് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഒരു 5 വൈദികരെ ഈ ഒരു കുമ്പസാര രഹസ്യത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ മിസ്യൂസ് ചെയ്തതിൻ്റെ പേരിൽ സഭയിൽ നിന്ന് അവർ പുറത്താക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ഈ കുമ്പസാര രഹസ്യം പുറത്താക്കപ്പെടുന്നു എന്നുള്ള ഒരു ചിന്ത സാധാരണ ജനത്തിന് വരാനുള്ള 1,00,000 1,00,000 2 ഒക്കെ നല്ല നോട്ടുണ്ട്, കള്ളനോട്ടും ഉണ്ടല്ലോ. നല്ല നോട്ടുള്ളത് കൊണ്ടാണല്ലോ കള്ളനോട്ട് ഉണ്ടാകുന്നത്. ഇനി കള്ളനോട്ടുള്ളത് കൊണ്ട് നല്ല നോട്ടിൻ്റെ വാലിഡിറ്റി തൊട്ട് പോകുന്നുമില്ലല്ലോ. ശരിക്കും ഇതൊരു അമൂല്യമായ ഒരു കാര്യം ആയതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സഭ അവർക്കെതിരെ എടുത്ത ആക്ഷനുകളും മാത്രമല്ല ബ്രദറെ, ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഈ മീഡിയയിലൊക്കെ കുമ്പസാരത്തിനെതിരായിട്ട് ഒരുപാട് പ്രബലമായ പ്രചരണങ്ങൾ വന്നപ്പോൾ വാസ്തവത്തിൽ സംഭവിച്ചത് നമ്മുടെ സഭകളിലൊക്കെ കുമ്പസാരിക്കാനായിട്ടുള്ള ആൾക്കാരുടെ ക്യൂ വർദ്ധിച്ചു എന്നുള്ളത് ഞാനും ആ സർവേ മനസ്സിലാക്കിയായിരുന്നു. കുമ്പസാരിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടി. അപ്പം ഞാൻ ചോദിക്കുന്നത്, ബ്രദറിനെ ആദ്യമായിട്ട് കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഈ പാപമോചനത്തിൻ്റെ ഒരു ഫീലിങ്സ് അത് അനുഭവപ്പെട്ടിരുന്നു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ 7 ഭാഗങ്ങളിൽ നമുക്ക് ബൈബിളിൽ ഈ പാപമോചനത്തിനുള്ള കാണാം. അവൻ്റെ രക്തത്താൽ നമുക്ക് പാപമോചനം ഉണ്ടെന്ന്, ഈശോയുടെ രക്തത്താൽ നമുക്ക് പാപമോചനം ഉണ്ടെന്നുണ്ട്. അവങ്കൽ നമുക്ക് പാപമോചനത്തിനായുള്ള വീണ്ടെടുപ്പിനെ തന്നെ, ഇപ്പോൾ റിഡംഷനെ തന്നെ പാപമോചനം എന്ന് വിളിക്കുന്നുണ്ട്. കൂദാശയിലൂടെയുള്ള പാപമോചനമുണ്ട്. എന്താണ്, എണ്ണപൂശി പ്രാർത്ഥിച്ച് ഉള്ള രോഗസൗഖ്യവും, അവിടെ തന്നെ അന്യോന്യം പാപങ്ങളെ ഏറ്റുപറഞ്ഞുള്ള പാപമോചനമുണ്ട്. അപ്പോൾ ഈ 5 പാപമോചനത്തിൻ്റെ രീതികൾ ബൈബിൾ പറയുന്നെങ്കിൽ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും, ഇത് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇത് മുഴുവൻ ഉപയോഗിച്ചത് ശ്ലൈഹിക അധികാരത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ശ്ലൈഹിക അധികാരത്തിൽ ഇത് ബന്ധിതമാണെന്നുള്ളത് ഉറപ്പായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. കാരണം പഴയ നിയമത്തിൽ നമുക്കറിയാം, ഈ ഒരു യാഗം നടന്നു. ആ യാഗം കഴിഞ്ഞിട്ടാണ് പുരോഹിതൻ ജനത്തിന് മേൽ വന്ന് കൈ ഉയർത്തി ആശീർവദിക്കുമ്പോൾ ജനത്തിന് പാപക്ഷമ കിട്ടി എന്ന ബോധ്യത്തിൽ അവർ തിരിച്ചു പോവുക. എന്നാൽ പുതിയ നിയമത്തിൽ ഇന്ന് അർപ്പിക്കാൻ ആടും മാടും ബലിയൊന്നുമില്ല. അതുകൊണ്ടാണ് ബലിയർപ്പണം, ഏറ്റവും വലിയ ബലിയർപ്പണം നടന്നു കഴിഞ്ഞു. ആ ബലിയർപ്പണം നടന്നു കഴിഞ്ഞപ്പോൾ പ്രധാന ആചാര്യൻ ഏകയാഗത്താൽ സകലരെയും വിശുദ്ധീകരിച്ചിരിക്കുന്നു.
ആ പ്രധാനാചാര്യൻ്റെ കീഴാചാര്യന്മാരാണ്, മേൽപ്പട്ടക്കാരൻ്റെ കീഴ്പ്പട്ടക്കാരനാണ് നിന്ന് ഈ പ്രധാനാചാര്യനാൽ സംഭവിച്ചത് വിളിച്ചു പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് അമൂല്യമായ ഒരു കാര്യമാണ് ഈ കുമ്പസാരവും പാപമോചനവും എന്ന് പറയുന്നത്. അപ്പം രണ്ട് കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻ്റ് സമൂഹത്തിൽ അല്ലെങ്കിൽ ആ കാഴ്ചപ്പാട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരോടോ ആരോടെങ്കിലും ചോദിച്ചുറപ്പ് വരുത്തുക. വിശുദ്ധ അപ്പോസ്തലനായ പത്രോസ് ശ്ലീഹയുടെ 1-ാമത്തെ പ്രഭാഷണത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പാപമോചനത്തിനായുള്ള സ്നാനം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം അതുകൊണ്ടാണ് നിഖ്യ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമായിട്ട് അത് എഴുതി ചേർത്തത്. നിക്കയിലെയും കോൺസ്റ്റാന്റിനോപ്പിളിലെയും കൂടെ വിശ്വാസ പ്രമാണം എഴുതി ചേർക്കുമ്പോൾ പാപമോചനത്തിനായുള്ള മാമോദീസ ഒന്നേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. അത് വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാക്കി എന്തുകൊണ്ടാണ് സഭയിൽ അത്രയ്ക്ക് അമൂല്യമായി കാണുന്നത്. അപ്പം അവിടെയാണ് എന്നെ ഏറ്റവും കൺഫ്യൂസ് ചെയ്ത ആദ്യ ഫാക്ടർ വരുന്നത്. അപ്പസ്തോല പ്രവൃത്തിയിൽ നിന്ന് സ്നാനം എടുക്കും. എന്തിനാ? എല്ലാവരും സ്നാനപ്പെടുത്തി സഭയിലോട്ട് മാറ്റാൻ വേണ്ടി സ്നാനം എടുക്കും. പക്ഷേ അപ്പസ്തോല പ്രവൃത്തി സ്നാനത്താൽ ഉണ്ടാകുന്ന പാപമോചനം വിശ്വസിക്കുന്നില്ല. മനസ്സിലായേ? മത്തായി സുവിശേഷം അല്ലെ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഭൂലോകത്തിലൊക്കെയും പോകുവീൻ എന്ന് കർത്താവ് പറഞ്ഞ കൽപ്പന എടുക്കും. 20-21 പറയുന്ന എന്താ, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നോ ആ മോചിക്കപ്പെട്ടിരിക്കുന്നോ ഇതാ ഞാൻ പറഞ്ഞത്. മേളത്തെ വാക്യം ഓക്കെ, താഴത്തെ വാക്യം മറിച്ച് കളയെന്ന് പറഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്ത് കളയും. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും എടുത്ത് വിശദീകരിക്കാനായിട്ട് കഴിയാത്തതുകൊണ്ട് ഇനിയിപ്പം ഇതിൻ്റെ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് എഴുതപ്പെട്ട ഒരു വിശ്വാസ പ്രമാണം ഇല്ലാത്തതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ വേണമെങ്കിലും ഉപദേശം മാറ്റാൻ പറ്റും. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം അത് കഴിയുകയില്ല. കാരണം ഇവിടെ എഴുതപ്പെട്ട ക്രമീകൃതമായ ഒരു വിശ്വാസത്തിൻ്റെ സത്തയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ആർക്കും മാറ്റി പറഞ്ഞ് ഇതിൽ തുടരുക പറ്റുകയില്ല. കാരണം ഇവിടെ വളരെ വ്യക്തമായിട്ടുള്ള നമ്മുടെ കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൻ്റെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഈ മാമോദീസയുടെ ഭാഗം വിശദീകരിച്ചു വരുന്ന ആ ഭാഗത്ത് തന്നെ ഏറ്റവും അമൂല്യമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ നിക്കിയ വിശ്വാസ പ്രമാണത്തിലെ, നിക്കിയിലെയും കോൺസ്റ്റാന്റിനോപ്പിളിലെയും വിശ്വാസ പ്രമാണത്തിലെ ഈ അന്തസത്തയിലെ സാരാംശം. അതായത് പാപമോചനത്തിനായുള്ള മാമോദീസ ഒന്നേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. കാരണം അത് സഭയുടെ ഏറ്റവും ക്രീഡാണ്. അത് ആ വിശ്വാസ പ്രഖ്യാപനം തന്നെ ആദ്യപൂർവമായ ഒരു ദൈവശക്തിയുടെ പ്രഖ്യാപനം. അത് ഞാനത് നേരത്തെ ചൊല്ലുകയില്ലായിരുന്നു. കാരണം വിശ്വാസ പ്രഖ്യാപനത്തിന് സഭ കൗൺസിൽ കൂടിയത് പോലും ആകെപ്പാടെ നമുക്കറിയാവുന്ന ബൈബിളിലെ കൗൺസിൽ മാത്രമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് 21 കൗൺസിൽ കിടക്കുകയാണ്. അവസാനത്തെ 2-ാം വത്തിക്കാൻ കൗൺസിൽ വരെ 21 കൗൺസിൽ സഭയ്ക്ക് കിടക്കുകയാണ്. നിക്കയെ കൂടി, കോൺസ്റ്റാന്റിനോപ്പിൾ കൂടി, എഫെസോസിൽ കൂടി, ഈ കൗൺസിലുകളെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓരോ കൗൺസിലിലും അന്നത്തെ സഭ എടുത്ത നിലപാടുകൾ എന്തുകൊണ്ടത് എടുത്തു എന്ന് അറിഞ്ഞപ്പോഴാണ് ഞെട്ടിപ്പോയത്. കാരണം ഇത് നൂറ്റാണ്ടുകളായി എഴുതിയ ക്രീഡായിട്ട് ഇതിൻ്റെ അത് കിടക്കുക, പുതുതായിട്ടൊന്നും ഇതിൻ്റെ അത് എഴുതി ചേർക്കേണ്ടതായിട്ട് ഇല്ല. അപ്പോൾ അന്നു മുതലേ സഭയുടെ ശ്ലൈഹിക അധികാരത്തിൻ്റെ ഭാഗമായിരുന്നു കുമ്പസാരവും പാപമോചനവും എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമാണ്. ബ്രദർ, ഇപ്പോൾ ബ്രദറിൻ്റെ പ്രസംഗങ്ങളിൽ ഈ കുമ്പസാരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നി പറയാറുണ്ടോ? ഞാനൊരു 4 വർഷം മുമ്പ് കുമ്പസാരവും പാപമോചനവും എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് ഇത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ പെന്തക്കോസ്റ്റിൽ ആയിരുന്ന സമയത്ത് ഈ അന്വേഷണത്തിൻ്റെ പാതയിൽ യൂട്യൂബിൽ ഉണ്ട് കുമ്പസാരവും പാപമോചനവും എന്നും പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 4 വർഷം മുമ്പ്, അതായത് 60,000 പേരോളം കണ്ട ഒരു വീഡിയോ. അപ്പോൾ ആ വീഡിയോയിൽ ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ആ വീഡിയോയിൽ ഇത് തന്നെയാണ് വിശദീകരിച്ച് പറഞ്ഞത്. കാരണം എനിക്ക് അന്നേ അത് മനസ്സിലായിരുന്നു, ഇതാണ് ഇതിനകത്തെ കാര്യം എന്നുള്ളത്. അപ്പോൾ ഇതൊരു വലിയൊരു അമൂല്യമായ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇതിലേക്ക് മടങ്ങി വരണം ബ്രദറെ. അതും കൂടിയാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ പിന്നിലെ ചെയ്തത്. ബ്രദറിന് ഈ കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വരാൻ ഒരു ചേതോവികാരമായി തീർന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പാപമോചനവുമായിട്ട് ബന്ധപ്പെട്ട ഈ ചിന്തകളാണ്. കാരണം ഈ വാക്യം നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല. ഈ പറഞ്ഞ യോഹന്നാൻ 20-21 നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല. എത്ര കാലം കണ്ണടച്ചിരുട്ടാക്കി ജീവിക്കാൻ പറ്റും? അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, ഒരു സംശയം കൂടെ. അങ്ങനെ ഒരിക്കൽ കുമ്പസാരിച്ച പോരെ, പിന്നെ എന്തിനാ ഈ അടുപ്പിച്ചടുപ്പിച്ച് കുമ്പസാരിക്കേണ്ട ആവശ്യം? ഒരിക്കലേ പാപം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കുമ്പസാരിച്ചാൽ മതി. കൂടെ പാപം സംഭവിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഏറ്റു പറയട്ടെ. നമ്മൾ കുളിക്കുന്നത് പോലെ തന്നെ ശരീരത്തിൽ അനുദിനം ഡെയിലി, കാരണം ഡെയിലി വാഷ്ഡ് ആണ്. വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടു. അനുദിന വിശുദ്ധീകരണത്തിൽ താന്താൻ്റെ പാത്രങ്ങളെ നേടിക്കൊള്ളട്ടെ. അപ്പോൾ അനുദിന വിശുദ്ധീകരണമുണ്ട്, ഏകയാഗത്താലുള്ള വിശുദ്ധീകരണമുണ്ട്. ഇത് രണ്ടും മനസ്സിലാക്കാതെ അനുദിന വിശുദ്ധീകരണം ഇല്ല എന്നാരെങ്കിലും പറയാൻ പോയാൽ അത് തെറ്റാവിടെ. ഇവിടെ പ്രശ്നം വരുന്നത് എന്താ അറിയുന്നത് ബ്രദർ? ഇനി ആ പ്രശ്നം, എനിക്കുണ്ടായ പ്രശ്നം ആർക്കും ഉണ്ടാകരുത്. അതിനുവേണ്ടി ഞാൻ പറയാം, ഒരു വാക്യത്തിൽ നിന്ന് നമ്മളൊരു ഉപദേശം തെളിയിക്കുമ്പോഴാണ് പ്രശ്നം. ഹോൾ ബൈബിളിൽ നിന്ന് ആശയം എടുത്തു വരുമ്പം, കാരണം പഴയ നിയമത്തിൽ നിന്നേ തുടങ്ങണം. പഴയ നിയമത്തിൽ അവിടെ പാപമോചനം എങ്ങനെ കൊടുത്തു?
ശരിക്കും പാപം അവിടെ മോചിച്ചോ അതോ പാപം മറയ്ക്കുവാണോ ചെയ്തേ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചാലും ഇതിപ്പോൾ ഞാൻ മറച്ചു പിടിച്ചാലും ഇതിവിടെ ഉണ്ടല്ലോ. അപ്പം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മറക്കുകയല്ല, ക്ഷമിച്ചു, നടുവിൽ നീക്കിക്കളഞ്ഞു. അപ്പം മറക്കുകയല്ല, കാരണം അത് പൂർണ്ണമായ യാഗമല്ലായിരുന്നു, ഇത് പൂർണ്ണമായ യാഗമാണ്. കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് സാക്രിഫൈസ് കുരിശിൽ യേശു ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയാൽ, ആ ഫിനിഷ്ഡ് വർക്കിനാൽ, റിസൾട്ട് ഓഫ് ദ ഫിനിഷ്ഡ് വർക്കാണ് ഫൊർഗിവ്നെസ് ഓഫ് സിൻ എന്ന് പറയുന്നത്, സിൻസ്, പാപങ്ങളുടെ മോചനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സഭയുടെ ഏറ്റവും അമൂല്യമായ കൂദാശകളിൽ ഒന്നാണ് പാപമോചനത്തിൻ്റെ കൂദാശ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കുമ്പസാരവും പാപമോചനവും എന്നുള്ളത്. ബ്രദറെ, നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എന്നേലും പറഞ്ഞു വരുമ്പോഴത്തേനും പെട്ടെന്ന് അതെ, വളരെ പെട്ടെന്ന് ഒരു അരമണിക്കൂർ അങ്ങോട്ട് പോകുന്നത്. വാസ്തവത്തിൽ ഇതും നമ്മൾ കൂടുതലായിട്ടുള്ള വിചിന്തനത്തിന് വിഷയമാക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമുക്ക് ആൾക്കാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഉള്ളിലിങ്ങനെ ഉള്ളിലിങ്ങനെ ചെയ്തു പോയി അവർ അപരാധം ആരോടും പറയാൻ കഴിയുന്നില്ല. കൗൺസിലർ അടുത്ത് പോയി എന്ത് ഗ്യാരണ്ടിയിലാണ് പറയുന്നത്? കൗൺസിലർമാരൊക്കെ ചിലപ്പോൾ ഇത് പുറത്ത് പറയാനുള്ള സാധ്യതകളുണ്ട്. ഈ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ സഭകളിലെല്ലാം നമുക്ക് കാണാം കൗൺസിലിംഗ് ഇതല്ല, എല്ലാം വേറൊരു രൂപത്തിൽ അവിടെ ഉണ്ട്. അവിടെ കുമ്പസാരം ഇല്ല, ഇവിടെ കൗൺസിലിംഗ് ഉണ്ട്. നമുക്ക് ഇന്ന് അപ്പോൾ അങ്ങനെ ഞാനത് ചെയ്തു പോയി, ഒരു അപരാധം ചെയ്തു പോയി, അത് ദൈവത്തോട് ഏറ്റു പറയുന്നതോടൊപ്പം തന്നെ, കാരണം ദൈവത്തോട് തെറ്റ് ചെയ്തു, മനുഷ്യരോടും തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അന്യോന്യം ഏറ്റുപറയുകയും അതുകൊണ്ട് അവിടെ അല്ലേ, അന്യോന്യം ഏറ്റുപറയുക എന്ന് പറയുന്നത് ഇതോടൊപ്പം വരുന്നു. അപ്പോൾ തന്നെ ശ്ലൈഹിക അധികാരത്തെ വിശ്വസിച്ച്, ശ്ലൈഹിക അധികാരത്തിൻ്റെ പിന്തുടർച്ചയിൽ വരുന്നവരുടെ അടുക്കലും നമുക്ക് വിശ്വാസത്തോടെ ഏറ്റുപറയും. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഇതിൽ നിന്നൊക്കെ അകന്ന്, ഇങ്ങനെയൊരു ജീവിതമൊന്നുമില്ല, കൗദാശിക ജീവിതത്തിൽ കുമ്പസാരവും പാപമോചനവും ഒന്നും ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു മടങ്ങിവരവിൻ്റെ അടുത്ത ദിവസം തന്നെ അതിലേക്ക് പോകണം. എന്തിനാ ഈ ചുമട് ചുമന്നുകൊണ്ട് നടക്കുന്നത്? ഇറക്കി വെക്ക്, കർത്താവിൻ്റെ മുമ്പാകെ ഇറക്കി വെക്ക്, ദൈവം ആക്കി വെച്ച മനുഷ്യരുടെ മുമ്പാകെയും ഇറക്കി വെക്ക്. അവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ്. ദൈവം എല്ലാം ചെയ്യുന്നത് മനുഷ്യരിലൂടെയല്ലേ ബ്രദറെ? തീർച്ചയായിട്ടും ദൈവം എല്ലാം ചെയ്യുന്നത് മനുഷ്യരിലൂടെയാണ്. ദൈവത്തിൻ്റെ രക്ഷ പ്രസിദ്ധമാക്കിയത് മനുഷ്യരിലൂടെയാണ്. ദൈവത്തിൻ്റെ പാപമോചനം ദൈവം പ്രസിദ്ധമാക്കുന്ന മനുഷ്യരിലൂടെയാണ്. കാരണം മനുഷ്യരോട് കൂടെയാണ് ദൈവത്തിൻ്റെ സഹവാസത്തിൻ്റെ ഇഷ്ടം. നമുക്കത് പിന്നെ പ്രാർത്ഥിക്കാം അല്ലേ? പിതാവേ, ഇന്ന് വിശേഷിച്ച് ഞങ്ങൾ ചെയ്തു പോയ അപരാധങ്ങളെക്കുറിച്ച് ഉള്ള ചിന്താഭാരങ്ങളുമായിട്ട്, പാപഭാരങ്ങളുമായിട്ട് ഞാനിങ്ങനെ എത്ര നാൾ ജീവിക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരറിയട്ടെ, ദൈവം കൂദാശയിലെ കവാടമായി മാമോദീസയിലൂടെ ജന്മപാപത്തിൽ നിന്നും പിന്നീട് അങ്ങോട്ട് കർമ്മപാപത്തിൽ നിന്നും ഉള്ള വിമോചനം യേശുവിൻ്റെ കുരിശിലെ ദിവ്യബലിയിലൂടെ നൽകപ്പെട്ടത് അനൗൺസ് ചെയ്തല്ലോ. അദൃശ്യമായ ദൈവത്തിൻ്റെ വരദാനത്തിൻ്റെ ദൃശ്യമായ ആ പ്രതിഫലനം കൂദാശകളിലൂടെയും കൂദാശ ജീവിതത്തിലൂടെയും ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതത്തിൽ വെളിപ്പെട്ട് വരണമെന്ന് കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നല്ലോ. ഇന്ന് ഈ കൂദാശ ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ ഈ കൂദാശ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടിരിക്കുകയും ചുമടിറക്കി വെച്ച, ഇപ്പോൾ അങ്ങനെ തന്നെയാണ് വിനോദ പരിശുദ്ധാത്മ പറയുന്നത്, ചുമടിറക്കി വെച്ച ഒരു വലിയ സ്വാതന്ത്ര്യത്തോടെ വ്യക്തികൾക്ക് കടന്നു പോകുകയും ചെയ്യേണ്ടതിന് അവിടുത്തെ അതിഭയങ്കരമായ അഭിഷേകത്തെ ഈ സമയത്ത് ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പകരണമേ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പാപങ്ങൾ, ഞങ്ങളുടെ പാപങ്ങൾ, നമ്മുടെ പാപങ്ങൾ, ഇങ്ങനെ പാപങ്ങളുടെ ബഹുത്വം ഇനിയൊരു നിമിഷം പോലും ചുമക്കേണ്ട, എന്നാൽ ദൈവം എൻ്റെ പാപത്തെ ക്ഷമിച്ചിരിക്കുന്നു എന്ന ഉറപ്പിലേക്ക് വ്യക്തികളെ നയിക്കുന്ന പുരോഹിതർക്കായി നന്ദി പറയുന്ന കർത്താവേ, അവർ ചെയ്ത ശുശ്രൂഷയുടെ ശ്രേഷ്ഠത എന്തെന്നറിയുവാൻ അവർക്കും കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. ഈ ഭാഗ്യകരമായ ഈ പ്രത്യാശയുടെ ഉറപ്പ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. നിത്യസ്നേഹമേ ആരാധന, സ്തുതികൾക്ക് യോഗ്യനെ ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ എപ്പിസോഡിൽ വളരെ ശ്രദ്ധയോടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെയും കർത്താവ് തൻ്റെ കൃപയിലും സ്നേഹത്തിലും എല്ലാം നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ.